നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 30 ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇത് ഡിഗ്രി ലെവൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അറിയാൻ വയ്യാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കുക, അല്ലാത്തത് കേട്ടിരിക്കുക. ഫസ്റ്റ് വൺ, ഈസ്റ്റേൺ ബൗണ്ടറി ഓഫ് കേരള ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ. ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഈസ്റ്റേൺ ബൗണ്ടറി, കേരളത്തിന്റെ ഈസ്റ്റേൺ ബൗണ്ടറി എന്ത് കൊണ്ടിട്ടാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? ഏതാണെന്ന് ആൻസർ എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി ആണ്, വെസ്റ്റേൺ ഘട്ടാണ് അല്ലെ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാവുന്ന വിട്ട് കളഞ്ഞേക്കാം നമുക്ക്. വെസ്റ്റേൺ ഘട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2, ദ ബോർഡ് നായ്ക്കണ്ണൂർ പാസ് ഇൻ ദ ഡാഷ് ഏരിയ കണക്ട് മധുരൈ വിത്ത് ദ ഹൈ റേഞ്ച്. ഇതും സ്ഥിരമായിട്ട് ചോദിച്ചു കാണാനുള്ള ഒന്നാണ്. ഓപ്ഷൻ ഏതാണ്? ട്രാവൻകൂർ ആണ് കേട്ടോ. ട്രാവൻകൂർ മധുരൈ അതാണ് കണക്ട് ചെയ്യുന്നത്. 3, ദ താമരശ്ശേരി പാസ് പ്രൊവൈഡ് ഡയറക്ട് ആക്സസ് ടു. താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് എവിടേക്കുള്ള ഡയറക്റ്റ് ആക്സസ് ആണ്? ഓപ്ഷൻ ബി, മൈസൂർ. ഇതും സ്ഥിരം ചോദ്യമാണ്, LDC ലെവലിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 4, ദ ഡാഷ് ഈസ് ഹെൽഡ് ആസ് ദി ആരവല്ലി ഓഫ് മലബാർ വിച്ച് വാസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് പഴശ്ശിരാജ ഫോർ എ ലോങ് ടൈം. ഇതും എല്ലാവർക്കും അറിയാം. നമ്മൾ പഴശ്ശിരാജ പറയുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു പേരാണിത്. ഏത് മലയാണ്? പുരളിമല. ഓപ്ഷൻ എ ആണ്. 5, ദ പ്രസൻസ് ഓഫ് ഡാഷ് പ്രൊവൈഡഡ് ഹൈ ആക്സസ് ടു വെസ്റ്റ് ഏഷ്യ ആൻഡ് യൂറോപ്പ് ഫ്രം ദി ഏൻഷ്യന്റ് ടൈം ഇറ്റ്സെൽഫ്. ദ പ്രസൻസ് ഓഫ് ഡാഷ് പ്രൊവൈഡഡ് വെസ്റ്റ് ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഏൻഷ്യന്റ് ടൈമിൽ നമ്മളെ ആക്സസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് താഴെ പറയുന്നവരിൽ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഏതാണ്? അറേബ്യൻ സീ ആണ് അല്ലെ. അറേബ്യൻ സീ. 6, ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് ഈസ് നോൺ ടു ഹാവ് ബീൻ ഐഡന്റിഫൈഡ് ബൈ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സൗത്ത് വെസ്റ്റ് മൺസൂണിനെ കണ്ടെത്തിയത് ഒരു നാവിഗേറ്റർ ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഹിപ്പാലസ് എന്ന് പറയും. എന്താണ്? ഹിപ്പാലസ്. ഹിപ്പാലസ് വാസ് ഏത് നാട്ടുകാരനായിരുന്നു? ഓപ്ഷൻ സി ആണ് കേട്ടോ. എ ഗ്രീക്ക് നാവിഗേറ്റർ ആയിരുന്നു. അപ്പൊ ഹിപ്പാലസ് ആണ്. ചോദിക്കാം, സൗത്ത് വെസ്റ്റ് മൺസൂൺ കണ്ടെത്തിയത് ആരാണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് കണ്ടെത്തിയത് ഹിപ്പാലസ് ആണ്. ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിന്റെ പേര് തന്നെ എന്താണ്? ഹിപ്പാലസ് എന്നാണ്. ഇദ്ദേഹം ഒരു ഗ്രീക്ക് നാവിഗേറ്റർ ആയിരുന്നു. അടുത്തത്, അപ്പൊ ഈ ഒരു ചോദ്യം കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെക്കണേ. ഇദ്ദേഹം എന്ന് പറഞ്ഞ ഗ്രീക്ക് നാവിഗേറ്റർ ആണ്. AD 45-47 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായിരുന്നു. അപ്പം പ്ലിനിയുടെ ഒരു ബുക്കിനകത്ത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിനെ കണ്ടെത്തിയത് ഈ നാവിഗേറ്റർ ആണ്. അതുകൊണ്ട് ഹിപ്പാലസ് എന്നാണ് ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിന് പേര് കൊടുത്തിരിക്കുന്നത് തന്നെ. പിന്നെ ഹിപ്പാലസിനെ പറ്റിയിട്ട് ഓർത്തു വെക്കേണ്ടത്, ഇദ്ദേഹം ഡയറക്റ്റ് സീ റൂട്ട് കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. റെഡ് സീയിൽ നിന്നും തമിഴകം ഓവർ ദ ഇന്ത്യൻ ഓഷൻ, ഇന്ത്യൻ ഓഷനിൽ നിന്നും റെഡ് സീ തമിഴകവുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഡയറക്റ്റ് സീ റൂട്ട് കണ്ടെത്തിയതും ഹിപ്പാലസ് ആണെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഹിപ്പാലസിന്റെ പേര് കേൾക്കുമ്പോൾ ഗ്രീക്കുകാരനാണെന്ന് ഓർക്കാം, ഒരു നാവിഗേറ്റർ ആണെന്ന് ഓർക്കാം. ഇദ്ദേഹത്തിന്റെ പേര് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ഓർത്തു വെച്ചേക്കാം. 8, സീറ്റ് ഓഫ് തേർഡ് സംഘം ഓഫ് തമിഴ് ഓതർ ഈസ് ബിലീവ് ടു ബി അറ്റ്. ഏതാണ്? തേർഡ് സംഘം. 3 സംഘം നടന്നിട്ടുണ്ടല്ലോ. മൂന്നാമത്തെ സംഘം ഇത് സീറ്റ് എവിടെ ആയിരുന്നു നടന്നതെന്നാണ് ചോദ്യം. മധുരയാണ് കേട്ടോ. മധുര. 1, 3. In which among the following a reference to the trading activities of Tamil is found? In which among the following, താഴെ തന്നിരിക്കുന്നതിനകത്ത് ട്രേഡിംഗ് ആക്ടിവിറ്റി ഏതാണെന്നാണ് ചോദ്യം. തമിഴുമായിട്ട് റിലേറ്റ് ചെയ്തത്. ഓപ്ഷൻ സി ആണ്, ചിലപ്പതികാരം. ചിലപ്പതികാരം. 10, to which part of the ancient and medieval India is the സംഘം ലിറ്ററേച്ചർ റിലേറ്റഡ് ടു? ഏത് പാർട്ടുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്? സംഘം ലിറ്ററേച്ചർ എല്ലാവർക്കും അറിയാം. ആൻസർ ഏതാണ്? സൗത്ത് ഇന്ത്യ ആണ്, നമ്മുടെ തമിഴ്നാടുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സിറ്റി വാസ് ദി സംഘം അസംബ്ലീസ് ഹെൽഡ്? പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. സംഘം അസംബ്ലി നടന്നിട്ടുള്ളത് താഴെ പറയുന്നതിൽ എവിടെ വെച്ചിട്ടാണ്? മധുരയാണ്. ദ ടേം അമൈച്ചർ ഡ്യൂറിംഗ് ദ സംഘം പീരീഡ് ഇസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. അമൈച്ചർ എന്ന് പറയുന്നത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇത് ആരുമായിട്ട് റിലേറ്റ്? സംഘം പീരീഡിൽ ഉള്ള ഒരു പദവിയാണ് അമൈച്ചർ. ഇത് ആരുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് ചോദ്യം. മിനിസ്റ്റേഴ്സിനെ അറിയപ്പെട്ടിരുന്ന പേരാണ് കേട്ടോ. മിനിസ്റ്റേഴ്സ്. ഓപ്ഷൻ എ. ഹൂ റോട്ട് തുഹാഫത്ത് ഉൽ മുജാഹുദ്ദീൻ? പ്രീവിയസ് ചോദ്യമാണ്. ആരാണ് എഴുതിയത്? നമ്മൾ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ഷെയ്ഖ് സൈനുദ്ദീൻ. 14 മൂഷകവംശ കാവ്യ ഈസ് റിട്ടൺ ബൈ. മൂഷകവംശ കാവ്യം എന്ന് പറയുന്ന ആ ഒരു കാവ്യം എഴുതിയത് ഏത് ഭാഷയിലാണ്? ഓപ്ഷൻ എ, സംസ്കൃതം. ദ ടെക്സ്റ്റ് തോൽക്കാപ്യം ഡീൽസ് വിത്ത്. തോൽക്കാപ്യം എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? തമിഴ് ഗ്രാമറിനെ പറ്റിയിട്ടാണ്. അതുല വാസ് കോർട്ട് പോയറ്റ് ഓഫ്. അതുല എന്ന് പറയുന്ന ആ ഒരു കവി ആരുടെ കോർട്ടിൽ ഉണ്ടായിരുന്ന ആളാണ് എന്ന് ചോദ്യം. ഓപ്ഷൻ എ ആണ്, ശ്രീകാന്ത. 17
17 രാജതരംഗിണി റിട്ടൺ ബൈ കൽഹാന ഡീൽ വിത്ത് ദ ഹിസ്റ്ററി ഓഫ്. രാജതരംഗിണി എഴുതിയത് കൽഹാനയാണ്. ഇത് എന്തിന്റെ ഹിസ്റ്ററിയാണ് പറയുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് കേട്ടോ, കാശ്മീർ. രാജതരംഗിണി കാശ്മീർ. അടുത്തത് നെയിം ദ വർക്ക് ഓഫ് അതുല. നമ്മൾ പറഞ്ഞു അതുല ശ്രീകാന്തയുടെ കോർട്ട് പോയറ്റ് ആയിരുന്നു. അയാളുടെ ഒരു വർക്ക് ഇതിനകത്തുണ്ട്. അത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് മൂഷക വംശ കാവ്യം. ഇപ്പൊ നമ്മൾ പറഞ്ഞു മൂഷക വംശ കാവ്യം സംസ്കൃതത്തിനാണ് രചിച്ചത്. അത് എഴുതിയത് അതുലയാണ്. അതുല ആരുടെ കോർട്ട് പോയറ്റ് ആയിരുന്നു? ശ്രീകാന്തയുടെയാണ് കേട്ടോ. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് വാസ് ഓർ വേർ ദ ഇൻഡിജീനിയസ് കോയിൻസ് ഓഫ് കേരള. കേരളത്തിന്റെ ഇൻഡിജീനിയസ് കോയിൻസ് ആയിരുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബോവ്. ദിനാരം, പഴങ്കാശ്, കാശ്, ഇതെല്ലാം തന്നെ കേരളത്തിന്റെ കോയിൻസ് ആയിരുന്നു. 20 ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് പുഹാർ. പുഹാർ എന്ന് പറയുന്നത് ആരാണ് കണ്ടെത്തിയത്? ഓപ്ഷൻ സി കരികാലയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ പുഹാർ എവിടെയാണെന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഈ പുഹാർ എന്ന് പറയുന്നത് കാവേരി പട്ടണമാണ് കേട്ടോ. കാവേരി പട്ടണമാണ്. ദ ചീഫ് പോർട്ട് ഓഫ് ദി ഏൻഷ്യന്റ് ചോള കിങ്ഡം. ചോള കിങ്ഡം ഉണ്ടായിരുന്ന സമയത്തെ ചീഫ് പോർട്ട് ആയിരുന്നു ഈ കാവേരി പട്ടണം. ഇത് കാവേരി റിവറിന്റെ ആ ഒരു അടുത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് അത് അറിയപ്പെടുന്നത് പുഹാർ എന്നാണ് കേട്ടോ. ആ ടൗൺ അറിയപ്പെടുന്നത് പുഹാർ എന്നാണ്. കാവേരി പട്ടണമാണ്, ഓർത്തു വെച്ചേക്കാം. ഈ കിങ് കരികാലയാണ് പുഹാറിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. 21 ഡാഷ് വാസ് ദ സീറ്റ് ഓഫ് ഫ്ലറിഷിംഗ് കിങ്ഡം ഇൻ നോർത്ത് കേരള ഡ്യൂറിംഗ് ദ ഏർലി സെഞ്ചുറീസ് ഓഫ് ക്രിസ്ത്യൻ എറ. ഡാഷ് വാസ് ദ സീറ്റ് ഓഫ് ഫ്ലറിഷിംഗ് കിങ്ഡം നോർത്ത് കേരള ഡ്യൂറിംഗ് ദ ഏർലി സെഞ്ചുറീസ് ഓഫ് ക്രിസ്ത്യൻ എറ. ആൻസർ ഏഴിമലയാണ് കേട്ടോ. അടുത്തത് തോൽക്കാപ്യം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞതേ ഉള്ളൂ, ഗ്രാമറുമായിട്ട് റിലേറ്റഡ് ആണെന്ന്. 23 ദ പതിരുപത്ത് ഈസ് എ കളക്ഷൻ ഓഫ് പോയം ഇൻ ദ പ്രൈസ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കിങ്ഡം. ആരെ പറ്റിയിട്ടുള്ളതാണ് ഈ കളക്ഷൻ ഓഫ് പോയം എന്ന് പറയുന്നത്? ഇത് പ്രീവിയസ് ചോദ്യമാണ്. ചേര രാജാക്കന്മാരെ പറ്റിയിട്ടാണ് കേട്ടോ, ചേര രാജാക്കന്മാര്. 24ാമത്തെ ചോദ്യം ദ ഓതർ ഓഫ് കുറൽ. കുറൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതിന്റെ ഓതർ ആരാണ്? തിരുവള്ളുവരാണ്. ഓപ്ഷൻ സി തിരുവള്ളുവർ. 25 ഡാഷ് പ്രൊട്ടക്റ്റഡ് ദ കേരള ഫ്രം പൊളിറ്റിക്കൽ ഇൻവേഷൻസ് ദാറ്റ് ഹിറ്റ് സൗത്ത് ഇന്ത്യ ടിൽ 18th സെഞ്ചുറി. എന്താണെന്ന് നമുക്ക് ആൻസർ അറിയാം. വെസ്റ്റേൺ ഘട്ടാണ്, ആദ്യം പറഞ്ഞത് തന്നെയാണ്. 26 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പോപ്പുലർലി കോൾഡ് ബൈബിൾ ഓഫ് തമിഴ് ലാൻഡ്. ബൈബിൾ ഓഫ് തമിഴ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ്, തിരുക്കുറലാണ്. മാർ സാഫിർ ഈസോ വാസ് ഡാഷ്. ആരായിരുന്നു? മാർ സാഫിർ ഈസോ. ഇപ്പം വരുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം ഇതുപോലത്തെ ഈ സഞ്ചാരികളെ പറ്റിയിട്ടൊക്കെ ചോദ്യം വരുന്നുണ്ട് കേട്ടോ, അതൊക്കെ നോക്കുക. ഓപ്ഷൻ സി ആണ്, എ ജ്യൂ ഹു എസ്റ്റാബ്ലിഷ് തരിസപ്പള്ളി ചർച്ച് ഇൻ കൊല്ലം. തരിസപ്പള്ളി ശാസനം ഒക്കെ കേട്ടിട്ടില്ലേ? അയാളാണ് മാർ സാഫിർ ഈസോ എന്ന് പറയുന്നത്. ഒരു ജൂ ആണ്, അദ്ദേഹമാണ് തരിസപ്പള്ളി ചർച്ച് കൊല്ലത്ത് കൊണ്ടുവന്നത്. 28 വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് തരിസപ്പള്ളി കോപ്പർ പ്ലേറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് തരിസപ്പള്ളി ശാസനത്തെ പറ്റിയിട്ടാണ്. A document Venadu ruler Ayyanadigal Tiruvadigal donations of a region and its administration to Tharisapalli Church in Kollam. A Venadu Adigal was a ruler under Kulashegara king Sthanu Revi Perumal. Donation was made in the 5th year of Sthanu Revi reign. All of the above. Answer വരുന്നത് 28 ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോ ആണ്. തരസപ്പള്ളി ശാസനത്തെ പറ്റിയിട്ട് നമ്മൾ ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചതാണ്. അടുത്തത് അഞ്ചുവാനം വാസ് ഡാഷ്. അഞ്ചുവാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, ഒരു ട്രേഡ് ഗിൽഡ് ആണ്. 30 ദ ഓതർ ഓഫ് പെരുമാൾ തിരുമൊഴി ഈസ് ഡാഷ്. പെരുമാൾ തിരുമൊഴി, ദ ഓതർ ഓഫ് പെരുമാൾ തിരുമൊഴി. പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്നതിന്റെ ഓതർ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, കുലശേഖര ആൽവാർ. അപ്പൊ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കേരള ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആദ്യം തൊട്ട് കിടക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ വെസ്റ്റേൺ ഘട്ടിന്റെ കാര്യം ചോദിക്കാറുണ്ട്. ബോഡി നായ്ക്കണ്ണൂർ പാസിനെ പറ്റിയിട്ട്, താമരശ്ശേരി ഒക്കെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞ ഹിപ്പ് പാലസ് ഒന്ന് നോക്കുക കേട്ടോ, ഹിപ്പ് പാലസ് നോക്കണം. അതുപോലെ നമ്മുടെ ഈ ഒരു ഗംഗൈകൊണ്ട ചോളപുരം ഒന്നും നമ്മുടെ സിലബസിനകത്ത് അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പോലും ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവാ. ഈ തുഫാഹത്ത് ഉൽ മുജാഹുദ്ദീൻ ഒക്കെ ചോദിക്കാറുണ്ട്, മൂഷകവംശ കാവ്യം ചോദിക്കാറുണ്ട്, തോൽക്കാപ്പിയം ഇപ്പൊ ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളുണ്ടല്ലോ, 30 ചോദ്യങ്ങൾ. 30 ചോദ്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. ചില ചോദ്യങ്ങളുണ്ടല്ലോ, ഹിപ്പ് പാലസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ചേരന്മാരും സംഘ ലിറ്ററേച്ചർ ഒക്കെ ഇപ്പൊ വന്ന കാലത്ത് ചോദിക്കുന്നുണ്ട്. മൂഷകവംശ കാവ്യം, അതുപോലെ എന്താണ് താഴോട്ട് വരുന്ന സമയത്ത് ഈ തരിസപ്പള്ളി ശാസനം ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. തിരുക്കുറലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ വന്ന കാലത്ത് നമ്മൾ കണ്ടില്ലേ, കുറെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ വരെ ഉൾക്കൊള്ളുന്നുണ്ട്. നമുക്കത് ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് പറയാനും പറ്റാത്ത അവസ്ഥയാണ്.
അതുകൊണ്ട് ഇതൊക്കെ നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് സെക്ഷൻ ഇതിന് വേണമെങ്കിൽ താഴെ ഒന്ന് കമന്റും കൂടെ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ആവശ്യക്കാരില്ല എന്നുണ്ടെങ്കിൽ പറയണ്ടല്ലോ, വേറെ വല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചെയ്യാമല്ലോ. നിങ്ങൾക്ക് താല്പര്യം ഇമ്പോർട്ടന്റ് ആണ് ഇതെല്ലാം കേട്ടോ, മുന്നോട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ